ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസ് പ്രതി സന്ദീപിന് ജാമ്യമില്ല. ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ്. ജാമ്യം അനുവദിക്കുന്നതിൽ ഉദാര സമീപനമെങ്കിലും ഈ കേസിൽ അതിന് കഴിയില്ല എന്ന് കോടതി വ്യക്തമാക്കുകയാണ്. സന്ദീപിന് മാനസിക പ്രശ്നങ്ങളില്ല എന്നും ചെയ്ത കുറ്റകൃത്യത്തിന്റെ ഗൗരവം വലുതാണെന്നും കോടതി നിരീക്ഷിച്ചു. ശ്യാം ദേവരാജ് വിവരങ്ങളുമായി. ശ്യാം, ജാമ്യം സാധാരണഗതിയിൽ ലഭിക്കേണ്ടതാണ്, പക്ഷേ വലിയ നിരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടാണ് സുപ്രീം കോടതി ജാമ്യം നിഷേധിച്ചിരിക്കുന്നത്. എന്താണ് കോടതിയുടെ വാക്കുകൾ? സ്മൃതി, 2023 മെയ് മാസം 10 പുലർച്ചെയാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഹൗസ് സർജനായിരുന്ന ഡോക്ടർ വന്ദനാദാസ് കൊല്ലപ്പെടുന്നത്. വന്ദനാദാസിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് സന്ദീപ് അന്നു മുതൽ തന്നെ റിമാൻഡിലുമാണ്. സന്ദീപ് ഇത് രണ്ടാം തവണയാണ് ജാമ്യം തേടി സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. പക്ഷേ സന്ദീപിൻ്റെ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളുകയായിരുന്നു. ഇന്ന് സുപ്രീം കോടതി ജാമ്യാപേക്ഷ തള്ളുമ്പോൾ നിരീക്ഷിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ തവണ ഹർജി പരിഗണിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിനോട് സന്ദീപിൻ്റെ മാനസിക നില പരിശോധിച്ചത് സംബന്ധിച്ച റിപ്പോർട്ട് ഹാജരാക്കണമെന്ന നിർദ്ദേശം നൽകിയിരുന്നു. ഇന്ന് ആ റിപ്പോർട്ട് സർക്കാർ സുപ്രീം കോടതിയിൽ നൽകുകയും ചെയ്തു. തുടർന്നാണ് സന്ദീപിന് മാനസിക പ്രശ്നങ്ങളില്ല എന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചത്. തുടർന്ന് പ്രതി സന്ദീപിൻ്റെ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളുകയുമായിരുന്നു. ഈ കേസിൽ സാക്ഷി വിസ്താരം പൂർത്തിയായോ എന്നാണ് സുപ്രീം കോടതി സംസ്ഥാന സർക്കാരിനോട് ചോദിച്ചത്. കേസിൽ 106 സാക്ഷികളുണ്ട് എന്നും സാക്ഷി വിസ്താരം പൂർത്തിയായിട്ടില്ല എന്നും വന്ദനാദാസിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ റോമി ചാക്കോ സുപ്രീം കോടതിയെ അറിയിക്കുകയും ചെയ്തു. 6 സാക്ഷികളെ ഉൾപ്പെടെ ആക്രമിച്ചയാളാണ് സന്ദീപ് എന്നും സുപ്രീം കോടതിയിൽ അഭിഭാഷകൻ വ്യക്തമാക്കുകയും ചെയ്തു. തുടർന്നാണ് സന്ദീപിൻ്റെ ജാമ്യം നിഷേധിച്ചത്. ഈ കേസിൽ ജാമ്യം നൽകുന്നതിൽ പൊതുവിൽ മറ്റ് കേസുകളിലെല്ലാം ജാമ്യം നൽകുന്നതിൽ ഉദാര സമീപനമാണ് സ്വീകരിക്കുന്നത്. പക്ഷേ ഈ കേസിൽ അതിന് കഴിയില്ല എന്നാണ് സുപ്രീം കോടതി നിരീക്ഷിക്കുകയും ചെയ്തത്. പ്രതി ചെയ്ത കുറ്റകൃത്യത്തിൻ്റെ ഗൗരവം, കൊലപാതകത്തിൻ്റെ ഗൗരവം അങ്ങേയറ്റമാണ്, വലുതാണ്. അതുകൊണ്ട് തന്നെ ജാമ്യം നൽകാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. ഒപ്പം പ്രതി വിചാരണ വേഗത്തിലാക്കണമെന്നായിരുന്നു സന്ദീപിൻ്റെ അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടത്. ഈ ആവശ്യം സുപ്രീം കോടതി തള്ളുകയും ചെയ്തു. സുപ്രീം കോടതിയിലുള്ള വിശദാംശങ്ങളാണ് ശ്യാം ദേവരാജ് നൽകിയിരിക്കുന്നത്.